സന്യസ്തരെ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ ഇടവകയുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ മാർട്ടിൻ ഡി പോറസിന്റെ, നമ്മൾ സ്നേഹത്തോടെ മാർട്ടിൻ പുണ്യാളൻ എന്ന് വിളിക്കുന്ന മാർട്ടിൻ ഡി പോറസിന്റെ തിരുനാളിന്റെ മംഗളങ്ങളെ അവർക്കും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. നമുക്ക് ഉള്ളനാടിന് പ്രത്യേകിച്ചും വളരെ ഇഷ്ടമുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. പറയാതെ തന്നെ നമുക്കറിയാം. മാർട്ടിൻ പുണ്യാളന്റെ തിരുനാളിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഇടവകയുടെ പ്രധാന തിരുനാൾ അല്ലെങ്കിലും ഏറ്റവും പ്രധാനമായി നമ്മൾ ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ്. അത് ഈ പുണ്യവാളനോടുള്ള നമ്മുടെ നാടിൻ്റെ പ്രത്യേക സ്നേഹം, വണക്കം ഒക്കെ കാണിക്കുന്ന കാര്യവും കൂടിയാണെന്ന് നമുക്കറിയാം. നമ്മുടെ പ്രത്യേക മധ്യസ്ഥന്റെ മാർട്ടിൻ പുണ്യാളന്റെ മധ്യസ്ഥവും പ്രാർത്ഥനയും എപ്പോഴും നമ്മളോട് എല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് സഭയിൽ ആരാധനാക്രമ വത്സരത്തിന്റെ പുതിയ കാലം ആരംഭിക്കുകയാണ്. ആരാധനാക്രമ വത്സരം ആരംഭം മുതൽ ആരംഭിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മംഗലവാർത്തക്കാലത്തോടുകൂടിയാണ് ആരാധനാക്രമ വത്സരം ആരംഭിക്കുന്നത്. മംഗലവാർത്ത എന്ന ഈ കാലത്തിന്റെ ധ്യാന വിഷയങ്ങൾ പ്രധാനമായും നമ്മൾ ചിന്തിക്കുമ്പോൾ, മംഗലവാർത്ത നമുക്കറിയാം, അത് ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ്. അത് പിറവി തിരുനാൾ ഡിസംബർ 25 വരെ എത്തി നിൽക്കുന്ന കാലമാണ് മംഗലവാർത്തക്കാലം. ഡിസംബർ 25 മുതൽ പിറവിക്കാലം ആരംഭിക്കുന്നു നമുക്കറിയാം. അപ്പോൾ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴേ നമ്മൾ ഈ ജനനത്തിന് ഉണ്ടായ, ഈശോ മനുഷ്യനായി അവതരിക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ആ സാഹചര്യത്തെ പറ്റി ചിന്തിക്കേണ്ടി വരുമ്പോൾ അത് ആരംഭകാലം മുതൽ, സൃഷ്ടിയുടെ കാലം മുതൽ തന്നെ നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. കാരണം പാപമാണ് മനുഷ്യനെ ദൈവസന്നിധിയിൽ ദൈവത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് നടക്കാൻ സാഹചര്യം ഉണ്ടായിരുന്ന ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളഞ്ഞത്. ദൈവത്തോടൊപ്പം സന്ധ്യാസമയങ്ങളിൽ ഉലാത്തിയിരുന്ന ആദി മാതാപിതാക്കളെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയുടെ വിവരണത്തിൽ കാണുന്നതാണ്. ദൈവത്തോടൊപ്പം സംസാരിച്ച് കുശലം ചോദിച്ച് നിന്നിരുന്ന ആ ഒരു സാഹോദര്യത്തിൽ നിന്ന്, ഒപ്പം നിൽക്കാൻ സാധിക്കുന്ന അവസ്ഥയിൽ നിന്ന് പാപം വഴി വീണുപോയ മനുഷ്യൻ, ആ മനുഷ്യന്റെ പാപകരമായ അവസ്ഥയിൽ നിന്ന് അവനെ വീണ്ടും ദൈവസന്നിധിയിലേക്ക് ഉയർത്താൻ, ദൈവത്തോടൊപ്പമാക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് പുത്രനായ മിശിഹായുടെ മനുഷ്യാവതാരം. ഈ പാപകരമായ അവസ്ഥയിൽ നിന്ന്, ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ പാപത്തിന്റെ സ്വാധീനത്തിൽ പെട്ടിരുന്ന ആ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ നൂറ്റാണ്ടുകളായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ നഷ്ടപ്പെട്ടു പോയ പറുദീസ അനുഭവം വീണ്ടു കിട്ടണം. അതിനുവേണ്ടി കാലാകാലങ്ങളിൽ പുരോഹിതന്മാർ ലഭിക്കാവുന്നതിലെ ഏറ്റവും ശ്രേഷ്ഠമായ ബലികൾ അർപ്പിച്ചിരുന്നു. എങ്കിലും ഒരിക്കലും ഈ പാപകരമായ സാഹചര്യത്തിൽ നിന്ന്, പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് ബലിയർപ്പിക്കുന്ന ബലിയർപ്പകനും പാപത്തിന്റെ സ്വാധീനത്തിൽ പെട്ടുകിടക്കുന്ന ബലിവസ്തുക്കൾക്കും ദൈവം പ്രതീക്ഷിക്കുന്ന ആ പരിശുദ്ധി തങ്ങളുടെ ബലിയിൽ കൊണ്ടുവരാൻ സാധിക്കാതെ വന്നതുകൊണ്ട് പിതാവായ ദൈവം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ബലിവസ്തുവിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നൽകുകയാണ്. ബലിയർപ്പിക്കുന്ന പുരോഹിതൻ പാപത്തിന്റെ സ്വാധീനത്തിലായിരുന്നത് കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠനായ പാപമില്ലാത്ത ഒരു പുരോഹിതനെ പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തരികയാണ്. ഈ ലോകത്തിലെ എല്ലാ ബലിപീഠങ്ങളും പാപപങ്കിലമായിരുന്നതുകൊണ്ട് തന്റെ തന്നെ ശരീരമാകുന്ന ബലിപീഠത്തിൽ താനാകുന്ന ബലിവസ്തു കൊണ്ട്, താനാകുന്ന ബലിയർപ്പകൻ, ബലിയർപ്പിക്കുന്ന കർത്താവിന്റെ ബലി ഭൂമിയിൽ നടക്കുന്നതിന് വേണ്ടിയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ബലി ഭൂമിയിൽ നടക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യാവതാരം സംഭവിച്ചത്.
ആ മനുഷ്യാവതാരത്തിന്റെ ഓർമ്മയാണ്. അതായത് സൃഷ്ടി മുതൽ പുത്രനായ മിശിഹായുടെ ഭൂമിയിലേക്കുള്ള വരവിന്റെ അറിയിപ്പ്. അവന്റെ ജനനത്തിന് തൊട്ടുമുമ്പ് വരെയുള്ള കാലങ്ങളെല്ലാം ഒറ്റ ധ്യാനത്തിൽ ചുരുങ്ങിയ 2-3 ആഴ്ചകളിൽ നമ്മൾ ധ്യാനിക്കുകയാണ് മംഗലവാർത്തക്കാലത്തിൽ. ഈ ചിന്തകൾ നമുക്ക് നൽകുന്ന വായനകളാണ് സഭ നമുക്ക് ഈ കാലങ്ങളിൽ നൽകുന്നത്. അതുകൊണ്ടാണ് ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടത്, അബ്രാഹത്തിന്റെ അടുക്കലേക്ക് ദൈവദൂതൻ വന്ന് അബ്രാഹത്തിന്റെ ഭാര്യ സാറ ഗർഭം ധരിച്ച് ഒരു പുത്രനെ നൽകും, അബ്രാഹത്തിന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കും എന്ന് അബ്രാഹത്തോട് പറയുന്ന സംഭവം നമ്മൾ കണ്ടത്. ദൈവത്തിന്റെ വിളി വളരെ പ്രത്യേകതകളുള്ള വിളിയാണ്. ഒരുപാട് കാത്തിരിക്കേണ്ടി വരും അവന്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാകുന്നതിന് വേണ്ടി. പക്ഷേ സാഗ്ദാനം പാലിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് അബ്രാഹത്തിന് ദൈവം നൽകിയ ദർശനത്തിലൂടെ നമ്മൾ കാണുകയാണ്. നിന്റെ ഭാര്യ സാറായി ഇനിമേൽ സാറായി എന്നല്ല വിളിക്കപ്പെടുന്നത്, മറിച്ച് സാറാ എന്ന് വിളിക്കപ്പെടും. ഓരോ വ്യക്തിയും തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ സ്വന്തമായി ചില ചെല്ലപ്പേരുകളൊക്കെ ഇട്ട് വിളിക്കുന്നത് പോലെ ദൈവം സാറായിക്കുണ്ടായിരുന്ന പഴയ പേര് മാറ്റി ഇനിമേൽ നിന്റെ ഭാര്യ സാറായി സാറാ എന്ന് വിളിക്കപ്പെടുമെന്ന് പറയുകയാണ്. ദൈവം പേരിട്ട് വിളിക്കുകയാണ്. ദൈവം പേരിട്ടു എന്നാൽ ദൈവം സ്വന്തമാക്കി എന്ന് തന്നെ അർത്ഥം. എനിക്കാരാണ് പേരിടുന്നത്? എനിക്ക് മാതാപിതാക്കൾ പേരിട്ടു. നമുക്കാരാണ് പേരിടുന്നത്? നമുക്ക് പൊതുവായി സഭ പേരിടുന്നു. നാം നമ്മളുടെ കുടുംബത്തിന്റെ മാതാപിതാക്കളുടെ സ്വന്തമാണ്. നാം സഭയുടെ സ്വന്തമാണ്. ഈശോയുടെ അൾത്താരയിൽ നിന്ന് നമ്മളെ പേര് വിളിച്ചപ്പോൾ നാം അവന്റെ സ്വന്തമാണ്. സാറായിയെ പേരിട്ട് വിളിക്കാൻ, സാറാ എന്ന് പേര് വിളിക്കാൻ ദൈവം സാറായെ തെരഞ്ഞെടുത്തു എങ്കിൽ അബ്രാഹത്തിന് സംശയമാണ്. അബ്രാഹത്തെ വലിയ തീർത്ഥാടനത്തിന് ദൈവം വിളിക്കുകയാണ്. നീ നിന്റെ ദേശവും നിന്റെ സമ്പത്തും ആടുമാടുകളും കന്നുകാലികളും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. അങ്ങോട്ടേക്ക് പോകാൻ ദൈവം നിർബന്ധിച്ചപ്പോൾ അബ്രാഹം ഉള്ള അഡ്രസ് പോലും വേണ്ടെന്ന് വെച്ച് വിളിക്കനുസരിച്ച് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും നിനക്ക് സന്താനങ്ങളെ ജനിപ്പിക്കുമെന്ന്. കാത്തിരുന്ന് ഭാര്യയ്ക്ക് 90-ഉം അബ്രാഹത്തിന് 100-ഉം വയസ്സായി. എങ്കിലും ദൈവദൂതൻ പറഞ്ഞപ്പോൾ അബ്രാഹം ചിരിക്കുകയാണ്. 90 കഴിഞ്ഞ സാറാ ഇനി പ്രസവിക്കുമോ? വന്ധ്യമായ അവളുടെ ഉദരം ഇനി കുഞ്ഞിനെ ജനിപ്പിക്കാൻ സാധ്യമാകുമോ എന്ന്. അബ്രാഹത്തിന്റെ ചിരിക്ക് അർത്ഥമുണ്ട്. കാരണം ഇതിനു മുമ്പ് അങ്ങനെ ഒരു അനുഭവം ഈ ലോകത്തിൽ നടന്നതായി അബ്രാഹത്തിന് അറിവില്ല. വചനവും നമ്മളോട് പറയുന്നില്ല. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, അബ്രാഹത്തിന് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു സാധ്യതയായിരുന്നു. കാലങ്ങളോളം കാത്തിരുന്ന് സാറാ ദൈവം പേരിട്ട് വിളിച്ച സാറാ ഒരു പരിഹാരം കണ്ടെത്തുകയാണ് ദൈവത്തിന്റെ അരുളപ്പാടിന് മുമ്പ്. അത് നമ്മൾ വായിച്ചു കേട്ടു. ഹാഗാറിൽ ഒരു പുത്രനെ ദാസിയായ ഹാഗാറിൽ നിന്ന് ഒരു പുത്രനെ ജനിപ്പിക്കാൻ അബ്രാഹത്തിന് ഉപദേശം കൊടുക്കുന്നത് സാറായാണ്. ദാസ്യവൃത്തിക്ക് വേണ്ടി ദൈവം അബ്രാഹത്തെ ഏൽപ്പിച്ചിരുന്ന ഹാഗാറിൽ നിന്ന് ഒരു പുത്രനെ ഇസ്മയേലിനെ അബ്രാഹം ജനിപ്പിക്കുകയാണ്. അപ്പോൾ അബ്രാഹം ദൈവത്തോട് പറയുന്നുണ്ട്, ഇസ്മയിൽ നിന്റെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മാത്രം മതി, ഇനി ഒരു സാധ്യത ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അബ്രാഹം പറയുക, എന്നാൽ നിന്റെ പ്രാർത്ഥന കേട്ട് അടുത്ത വർഷം ഇതേ സമയം നിന്റെ ഭാര്യ സാറായിൽ നിന്ന് നിനക്കൊരു പുത്രൻ ജനിക്കും. അവനുമായാണ് എന്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുന്നത്. അവനുമായാണ് എന്റെ ഉടമ്പടി. വാഗ്ദാനത്തിന്റെ പുത്രനുമായാണ് ഉടമ്പടി, മറിച്ച് ദാസിയുടെ പുത്രനുമായ അല്ല ഉടമ്പടി എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദാസിയുടെ പുത്രൻ ദാസ്യവൃത്തിക്ക് വേണ്ടി തന്നെയുള്ളതാണ്. ദൈവം പറയുകയാണ്, ഇസ്മയേലിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ കേട്ടിരിക്കുന്നു. അവനും സമ്പൽ സമൃദ്ധി ഉണ്ടാകും. അവൻ നിന്റെ പുത്രന്മാർക്ക് ദാസ്യവേല ചെയ്യും. നമ്മൾ ഈ ഇസ്മയേലിൽ നിന്ന് ജനിച്ച ദാസ്യവേലയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നവയെ പോഷിപ്പിക്കുകയും
വാഗ്ദാനത്തിന്റെ പുത്രനെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ജീവിതമാണ്. അത്തരത്തിലുള്ള ഒരു പ്രത്യേകതരം വിശ്വാസ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. ലോകത്തിൽ നമുക്ക് മറ്റെല്ലാ സൗഭാഗ്യങ്ങളും ദൈവം നൽകുന്നത് നമ്മളുടെ ആത്മീയ ജീവിതത്തെ പോഷിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മളിൽ ജനിച്ച വാഗ്ദാനത്തിന്റെ പുത്രനായ മിശിഹ, അവനെ പോഷിപ്പിക്കാൻ വേണ്ടി, അവന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ദൈവം നമുക്ക് സമ്പത്തുകൾ തരും, സ്ഥാനമാനങ്ങൾ തരും. എല്ലാ മഹത്വങ്ങളും ലോകത്തിൽ ദൈവം നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ അതിനൊരർത്ഥമേയുള്ളൂ, ഇസ്മയേലിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ദൈവം കേട്ടിരിക്കുന്നു. എന്നാൽ എന്റെ ഉടമ്പടി വാഗ്ദാനത്തിന്റെ പുത്രനായ ഇസഹാക്കുമായാണ്, ഇസ്മായേലുമായല്ല. ഞാൻ എന്ത് ദൈവത്തിന് ദാനം ചെയ്താലും, ഞാൻ നേടിയതെല്ലാം എന്റെ വർഷത്തിലെ ഒരു മാസത്തെ വരുമാനം ദൈവത്തിന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പകുതി തന്നെ ദൈവത്തിന് കൊടുക്കുകയാണ്. പക്ഷേ എന്നെ ദൈവത്തിന് കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്നോട് പറയുകയാണ്, നിന്റെ ഇസ്മയേലിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടതുകൊണ്ടാണ് നിനക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നത്. എന്നാൽ എന്റെ വാഗ്ദാനം നീയുമായാണ്, നിന്റെ വാഗ്ദാനത്തിന്റെ പുത്രനായ, നിന്നിൽ ജനിക്കുന്ന പുത്രനായ മിശിഹായുമായാണ്. അവനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ ഇപ്രകാരം നമ്മൾ കണ്ടു. അബിയായുടെ ഗണത്തിൽ സഖറിയ എന്നൊരു പുരോഹിതൻ ഉണ്ടായിരുന്നു. പൗരോഹിത്യത്തിൽ അഹറോന്റെ പുത്രന്മാരിൽ 8ാമനായ നമ്മൾ കാണുന്ന അബിയായുടെ ഗണത്തിൽ അബിയായുടെ പിന്തുടർച്ചാവകാശി, ആ കുലത്തിൽ പിറന്ന സഖറിയ എന്ന പുരോഹിതൻ. അതോടൊപ്പം തന്നെ പറയുകയാണ്, അഹറോന്റെ തന്നെ കുലത്തിൽ പിറന്ന എലീശ്വ ആയിരുന്നു അവന്റെ ഭാര്യ. രണ്ടുപേരും പുരോഹിത കുടുംബത്തിൽ ജനിച്ച ആളുകൾ. അവർ പ്രായം തികഞ്ഞവരായിരുന്നു, പ്രായം കവിഞ്ഞവരായിരുന്നു, നമുക്കറിയാം. അവരോട് പൗരോഹിത്യ ആചാരപ്രകാരം ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച സഖറിയായ്ക്ക് ദൈവദൂതന്റെ ദർശനമുണ്ടാകുകയാണ്. സഖറിയായോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, സഖറിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നിന്റെ ഭാര്യ എലീശ്വായിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. എന്നാൽ സഖറിയ പഴയതുപോലെ അബ്രാഹം ചെയ്തതുപോലെ തന്നെ ചിരിക്കുകയാണ്. ഇനി ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? പുരോഹിതന്മാർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ കാലം മുതൽ ഈ കാലം വരെ പരമ്പരാഗതമായി കൈമാറി കിട്ടിയ പൗരോഹിത്യത്തിൽ നിന്ന്, പറഞ്ഞു കേട്ട പാരമ്പര്യങ്ങളിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ സഖറിയ എന്ന പുരോഹിതൻ മനഃപൂർവ്വമോ അല്ലാതെയോ മറന്നു പോയതുകൊണ്ട് ദൈവം സഖറിയായോട് പറയുകയാണ്, ഇനി നീ നിശബ്ദനായിരിക്കും എന്റെ വാഗ്ദാനം പൂർത്തിയാകുന്ന ദിവസം വരെ. മറ്റൊരു വശം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഈ ലോകത്തിൽ, പാപകരമായ ഈ ലോകത്തിൽ മനുഷ്യൻ എത്രമാത്രം ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന ആ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള ധൂപാർപ്പണങ്ങൾ, രക്തബലികൾ, ധാന്യബലികൾ, പാനീയ ബലികൾ എല്ലാം അർപ്പിച്ചിട്ടും സാധിക്കാതിരുന്ന പഴയ നിയമ പൗരോഹിത്യത്തെ മിശിഹ എന്ന യഥാർത്ഥ പുരോഹിതന്റെ വരവിന്റെ അറിയിപ്പ് നടക്കുന്ന ആ സമയത്ത് കൃത്യമായി ദൈവം നിശബ്ദനാക്കുന്ന ഒരു കാര്യവും കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ഇതുവരെ പറഞ്ഞിരുന്ന പൗരോഹിത്യം നിശബ്ദമാക്കപ്പെട്ടിട്ട് യഥാർത്ഥ പുരോഹിതന്റെ വരവിൽ പുതിയ പൗരോഹിത്യം ആരംഭിക്കുന്നു, യഥാർത്ഥ ബലി ഇവിടെ ആരംഭിക്കുന്നു. അതുകൊണ്ട് പഴയ പൗരോഹിത്യം, ഛേദമില്ലാത്ത ബലിയർപ്പണങ്ങൾ മാറ്റിവെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് മിശിഹ ഇന്നത്തെ വചനത്തിലൂടെ നമ്മയും ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ ബലിയർപ്പണങ്ങൾ എങ്ങനെയാണ്? ഛേദമില്ലാത്ത ബലികളാണോ ഞാൻ അർപ്പിക്കുന്നത്? ഇസ്മയേലിന് വേണ്ടി മാത്രമാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? വാഗ്ദാനത്തിന്റെ പുത്രനായ മിശിഹ എന്നിൽ ജനിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവനുമായാണ് ദൈവത്തിന്റെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വാഗ്ദാനത്തിന്റെ പുത്രൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ഞാനും മിശിഹായും വീണ്ടും ആ പരദീസ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പുത്രനായ മിശിഹ ഈ ലോകത്തിൽ വന്ന്, ദൈവത്തിന്റെ പുത്രൻ ഈ ലോകത്തിൽ വന്ന് നമ്മോടൊപ്പം ഈ ഭൂമിയിൽ നടന്നെങ്കിൽ വീണ്ടും ആ പഴയ പരദീസ അനുഭവം ഈ ലോകത്തിന് നൽകുകയാണ്. എങ്ങനെയാണ് നൽകുന്നത്? ദൈവവും മനുഷ്യനും തോളോട് തോൾ ചേർന്ന് നടന്നിരുന്ന ആ പരദീസ പോലെ പുത്രനായ മിശിഹായും ദൈവവും മനുഷ്യനും ഈ ലോകത്തിൽ തോളോട് തോൾ ചേർന്ന് വീണ്ടും നടക്കുകയാണ്. എന്ത്? വീണ്ടും ആ സ്വർഗത്തിന്റെ അനുഭവം ഈ ഭൂമിയിൽ നൽകുകയാണ് നമുക്ക്. ഈ അനുഭവം വേണ്ട എന്ന് വെച്ച്, അവന്റെ സൗഭാഗ്യം, സ്വർഗം വേണ്ട എന്ന് വെച്ച്, എന്റെ ഈ ലോകത്തിൽ വിശ്വാസ ജീവിതത്തെ പോഷിപ്പിക്കാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന ആഡംബരങ്ങൾ, പണം, സ്ഥാനമാനങ്ങൾ എല്ലാത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്താണ് നമ്മളെ പറ്റി ചിന്തിക്കുന്നത്? എന്റെ സമർപ്പണം എവിടെയാണ്?
വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതുമായ വിഷയവും ഇത് തന്നെയാണ്. വിശുദ്ധരെല്ലാവരും ഇപ്രകാരം പൂർണ്ണ സമർപ്പണം നടത്തിയവരാണ്. അവർ തങ്ങൾക്കുള്ളതല്ല തങ്ങളെ സമർപ്പിച്ചവരാണ് ദൈവത്തിന്. നമ്മളുടെ എല്ലാവരുടെയും സമർപ്പണത്തിന്റെ ഒരു പ്രശ്നം ഇവിടെയാണ് എന്ന് നമ്മൾ ധ്യാനിച്ച് കണ്ടെത്തി തിരുത്തണം. ഞാൻ എനിക്കുള്ളത് സമർപ്പിക്കുന്നു, എന്നാൽ വിശുദ്ധർ സമർപ്പിച്ചത് അവർക്കുള്ളതല്ല, അവരെയാണ്. ദൈവം ആഗ്രഹിക്കുന്നതും അതാണ്. വചനം അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കുള്ളതല്ല നിങ്ങളെയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കുള്ളതല്ല നിങ്ങളെയാണ്. ആ ആഗ്രഹത്തിന്, ദൈവത്തിന്റെ ആഗ്രഹത്തിന് പൂർണ്ണമായ സമർപ്പണം നടത്താൻ, പ്രത്യുത്തരം കൊടുക്കാൻ സാധിച്ചവരാണ് വിശുദ്ധർ. തിരസ്കൃതനാക്കപ്പെട്ടിട്ടും ലോകത്തിന്റെ മുമ്പിൽ, മാതാപിതാക്കളുടെ മുമ്പിൽ ഒക്കെ തിരസ്കൃതനാക്കപ്പെട്ടിട്ടും ദൈവം വലിയവനാണ് എന്നുള്ള ബോധത്തോടുകൂടി ദൈവത്തോട് ചേർന്ന് നിന്ന വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എന്റെ സമർപ്പണം എപ്രകാരമാണ് എന്ന് ധ്യാനിക്കുകയും കണ്ടെത്തുകയും തിരുത്തുകയും ചെയ്യണം. വചനം നമ്മളോട് അപ്രകാരം ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് ഇങ്ങനെ ധ്യാനിക്കാം. ഒന്നാം വായന അബ്രാഹത്തിന്റെ ഭാര്യയിൽ നിന്ന് ഇസഹാക്ക് ജനിക്കുന്നതിനുള്ള വാഗ്ദാനത്തെ പറ്റിയാണ്. വാഗ്ദാനത്തിന്റെ പുത്രനിൽ നിന്നാണ് ദൈവം ഉടമ്പടി പൂർത്തിയാക്കുന്നത്. ഇസ്മയേലിനു വേണ്ടിയുള്ള എന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കും. പക്ഷേ സമർപ്പണം യഥാർത്ഥമാകണമെങ്കിൽ നമ്മൾ വാഗ്ദാനത്തോട് ചേർന്ന് നിൽക്കണം. രണ്ടാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നായിരുന്നു. ഇസ്രായേലെ നിന്നെ യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ ദൈവം, സംഭ്രമിക്കേണ്ട. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നെങ്കിൽ ദൈവം നമ്മളെ കാത്തുകൊള്ളും. ഞാനാണ് നിന്റെ ദൈവം. ഇന്ന് രണ്ടാം വായനയിൽ കേട്ട, ഒരുപാട് തവണ ആവർത്തിച്ചു കേട്ട ഒരു വചനമാണ്, ഞാനാണ് നിന്റെ ദൈവം, ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട. പൗലോസ്ലീഹായുടെ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് കുടുംബ ബന്ധത്തെ പറ്റിയാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാർ ഭാര്യയെ സ്വന്തം ശരീരം എന്ന പോലെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അങ്ങനെ മക്കൾ മാതാപിതാക്കന്മാരെ അനുസരിക്കണം. മാതാപിതാക്കൾ മക്കളെ പ്രകോപിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുടുംബം ഏറ്റവും കെട്ടുറപ്പുള്ളതാക്കി മാറ്റണം എന്ന് സഭാംഗങ്ങളോട് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് വാഗ്ദാനത്തിന്റെ മക്കൾ ജനിക്കും. അങ്ങനെ ജനിക്കുന്ന മക്കളിൽ നിന്നാണ് വിശുദ്ധരായ സഭാമക്കൾ ഉണ്ടാകുന്നത്. അങ്ങനെ നല്ല കുടുംബങ്ങൾ രൂപപ്പെടുത്താൻ, അങ്ങനെ നല്ല കുടുംബങ്ങളിൽ നിന്ന് നല്ല ശക്തമായ വിശ്വാസമുള്ള നല്ല മക്കൾ ജനിക്കാൻ, അങ്ങനെ സഭാസമൂഹം വളരെ ശക്തമായി തീരാൻ ഈ തിരുനാൾ ദിവസം നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പരിശ്രമിക്കാം. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ പ്രത്യേകമായി ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. വിശുദ്ധ മാർട്ടിൻ ഡി പോറസിന്റെ മധ്യസ്ഥം പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈ ഇടവകയെ സമർപ്പിച്ചു